SSC GD കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5-ാം തീയതി മുതലാണ് SSC GD കോൺസ്റ്റബിളിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ SSC GD കോൺസ്റ്റബിളിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5-ാം തീയതി തന്നെയാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ അപേക്ഷ അയക്കുന്നതിനുള്ള അവസാന ഡേറ്റ് ഒക്ടോബർ 14-ാം തീയതിയാണ്. അതുപോലെ തന്നെ 14-ാം തീയതി വരെ അപേക്ഷ അയച്ചവർക്ക് 15-ാം തീയതി വരെ ഫീസ് അടയ്ക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. SSC GD കോൺസ്റ്റബിളിൻ്റെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നവർക്ക് നവംബർ 5-ാം തീയതി മുതൽ നവംബർ 7-ാം തീയതി വരെ ആ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഓൺലൈൻ എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. മൊത്തം 39,481 വേക്കൻസിയിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഇതിൽ BSFന് മൊത്തം വേക്കൻസി വരുന്നത് 15,654 അതിൽ 2,348 വേക്കൻസി ഫീമെയിൽസിനാണ്. അതുപോലെ CISF ടോട്ടൽ 7,145 വേക്കൻസി, 715 വേക്കൻസി ഫീമെയിൽസിന്. CRPF 11,541 വേക്കൻസി, അതിൽ 242 വേക്കൻസി ഫീമെയിൽസിന്. SSB മൊത്തം 819 വേക്കൻസി, ഫീമെയിൽസിന് വേക്കൻസി ഇല്ല. അടുത്തത് ITBP 3017 വേക്കൻസി മൊത്തം, അതിൽ 453 ഫീമെയിൽസിന്. അടുത്തത് ആസാർ റൈഫിൾസ് മൊത്തം 1248 വേക്കൻസി, അതിൽ 100 വേക്കൻസി ഫീമെയിൽസിനാണ്. അടുത്തത് SSF മൊത്തം 35 വേക്കൻസി, ഫീമെയിൽസിന് വേക്കൻസി ഇല്ല. അടുത്തത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മൊത്തം 22 വേക്കൻസി, ഇതിൽ 11 വേക്കൻസി ഫീമെയിൽസിന്. ഇങ്ങനെ മൊത്തത്തിലാണ് 39,481. ഇതിൽ 35,612 വേക്കൻസി മെയിൽസിനും 3,869 വേക്കൻസി ഫീമെയിൽസിനുമാണ്. ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ആദ്യഘട്ടം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. മൊത്തം 13 ലാംഗ്വേജുകൾ, അതായത് ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടെ മൊത്തം 13 ലാംഗ്വേജുകൾ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനായി ചൂസ് ചെയ്യാൻ കഴിയും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അത് കഴിഞ്ഞ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ, അത് കഴിഞ്ഞ് റിവ്യൂ ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ, അവസാനം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇത്രയും സ്റ്റെപ്പുകളാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഉള്ളത്. അടുത്തത് ഏജ് ലിമിറ്റ് ആണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി പ്രതീക്ഷിക്കുന്നു. ഏജ് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. അതായത് 1/1/2025 18 വയസ്സിൽ കുറയുവാനോ 23 വയസ്സിൽ കൂടുവാനോ പാടില്ല. അതിൽ തന്നെ SC/ST-കാർക്ക് 5 വർഷവും OBC-കാർക്ക് 3 വർഷത്തെയും വയസ്സിളവ് കൂടി ഉണ്ടായിരിക്കും. പ്രായത്തിന്റെ ഡേറ്റ് കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2/1/2002 1/1/2007 അകത്ത് ജനിച്ചവരായിരിക്കണം. ഇതിലാണ് OBC-ക്ക് SC/ST-ക്കും അഡീഷണൽ വെയിറ്റേജ് വരുന്നത്. SSLC ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത. അതുപോലെ തന്നെ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതിന്റെ വെയിറ്റേജ് മാർക്ക് കൂടി ഉണ്ടായിരിക്കും. NCC A സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 2% മാർക്കും, B സർട്ടിഫിക്കറ്റുകാർക്ക് 3%, C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 5%. ഇങ്ങനെയാണ് വെയിറ്റേജ് മാർക്ക് വരുന്നത്. ഇതിന്റെ അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായാണ്. ssc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി വേണം അപേക്ഷകൾ അയക്കേണ്ടത്. SSCയുടെ പഴയ വെബ്സൈറ്റായ ssc.nic.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർ ഒന്നുകൂടി പുതിയ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് വേണം അപേക്ഷകൾ അയക്കേണ്ടത്. ഇതിന്റെ അപേക്ഷാ ഫീസ് 100 രൂപയാണ്. എന്നാൽ വുമൻ കാൻഡിഡേറ്റ്സ്, SC/ST, എക്സ് സർവീസ്മാൻ ഇവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കില്ല. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ മെയിൽസിന് പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് 170 സെന്റിമീറ്ററും ഫീമെയിൽസിന് 157 സെന്റിമീറ്ററുമാണ്. എന്നാൽ ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ മെയിൽസിന് 162.5 സെന്റിമീറ്റർ പൊക്കം മതി, ഫീമെയിൽസിന് 150 സെന്റിമീറ്റർ മതിയാവും. അടുത്തത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. ഇതിൽ മെയിൽസിന് പറഞ്ഞിരിക്കുന്നത് 2 ടെസ്റ്റുകളാണ്. ഒന്ന് 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ടും ഒന്ന് 1.5 കിലോമീറ്റർ, അതായത് 1.6 കിലോമീറ്റർ 7 മിനിറ്റ് കൊണ്ടും ഓടിയെത്തണം. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ടും 800 മീറ്റർ 5 മിനിറ്റ് കൊണ്ടും ഓടിയെത്തിയാൽ മതി. ഈ 2 ടെസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്യണം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത് ജനറലിന് 30% മാർക്കും, OBC EWS-കാർക്ക് 25% മാർക്കും, ബാക്കി എല്ലാ കാറ്റഗറിക്കാർക്കും 20% മാർക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് കിട്ടിയിരിക്കണം. NCC പോലുള്ള വെയിറ്റേജ് മാർക്കുകൾ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ആഡ് ചെയ്യുകയില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.